നല്ല അടിപൊളി മഴയത്ത് തന്നെ നമ്മളെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെ നാട്ടിൽ ഇതുപോലത്തെ ഒരു എക്സ്പോ ഇതുവരെ ഉണ്ടായിട്ടില്ലായിരുന്നു. സൂപ്പറായിരുന്നു സ്ലോ ലാൻഡ് എക്സ്പോ. കുറേ ആയി വരണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ല അടിപൊളി മഴയുള്ള ദിവസം തന്നെ നമുക്കിന്ന് വരാൻ പറ്റി. ട്വിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു, മോളുണ്ടായിരുന്നു, അച്ഛനമ്മ എല്ലാവരും കൂടിയായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായത്. എൻട്രൻസ് തന്നെ സൂപ്പറായിരുന്നു, പറയാണ്ടിരിക്കാൻ പറ്റൂല. നമുക്കൊരു സ്നോൻ്റെ ഉള്ളിൽ കയറുന്ന അതേ ഫീലിങ്സ് തന്നെയായിരുന്നു. ഒരു അടിപൊളി മാമത്തിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനെ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇമ്പ്രഷനായി. ഫസ്റ്റ് തന്നെ കണ്ടേരം ശരിക്കും നമുക്കൊരു ഒറിജിനൽ ഇഗ്ലൂവിനുള്ളിലോട്ട് കയറുന്ന ഒരു ഫീലിങ്സ് ആയിരുന്നു ഉണ്ടായത്. ഈ കാണുന്ന സാധനങ്ങളൊന്നും ഒറിജിനൽ സ്നോ ഒന്നും അല്ലാട്ടോ, പക്ഷേ നമുക്ക് ശരിക്കും ഒറിജിനലായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. തെർമോക്കോളും പഞ്ഞി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ആ ക്ലൈമറ്റും അതുപോലെ തന്നെ അടുത്ത ആ ഒരു അറ്റ്മോസ്ഫിയറും നമുക്ക് ഒരിക്കലും ഇത് ആർട്ടിഫിഷ്യൽ ആയതാണെന്ന് തോന്നുന്നേ ഉണ്ടായിട്ടില്ലായിരുന്നു. മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സൂപ്പറായിട്ടുള്ളൊരു സ്നോമാനും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ പിന്നെ പറയാനില്ലല്ലോ, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഈ നിലത്താണെങ്കിലും തെർമോക്കോളും പൂഴിയും തന്നെയാണ്. പക്ഷെ നമുക്കങ്ങനെ ആ ക്ലൈമറ്റ് കൊണ്ട് നമുക്ക് അതും ഒരു ഫീൽ ചെയ്യുന്നുണ്ടായിട്ടില്ലായിരുന്നു. നമുക്ക് മഞ്ഞ് പോലെ തന്നെയായിരുന്നു തോന്നുന്നുണ്ടായേ. പിന്നെ സ്നോമാൻ്റെ അടുത്ത് വന്ന് ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ഇഗ്ലൂവിൻ്റെ ഉള്ളിലോട്ട് ഒരു വീട് പോലെ തന്നെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു അത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഹിമക്കരടി ഇങ്ങനെ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. അതെല്ലാം ശരിക്കും ഒറിജിനൽ പോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ കണ്ടായിരുന്നു. പിന്നെ കുട്ടിക്ക് അതിൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഫോട്ടോ എടുക്കണം, അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഫോട്ടോ എടുക്കണം, അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. പിന്നെ ആ ഒരു ലൈറ്റ് കളർ ചേഞ്ച് വരുന്ന ചെറിയൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേഗം പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പിന്നെ അവിടുന്ന് വേഗം പുറത്തേക്ക് ഇറങ്ങുക ചെയ്തത്. ഇതുവരെ പെൻഗിനെ കണ്ടിട്ടില്ല എന്നുള്ള സങ്കടവും ഈ എക്സ്പോന് പോയതോടെ എല്ലാവർക്കും മാറിക്കിട്ടിയിട്ട്. കാരണം ഒരുപാട് സ്റ്റാച്യു ഉണ്ടായിരുന്നു, ഒറിജിനൽ പെൻഗിനെ പോലെ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ ആരും ഇതുവരെ പെൻഗിനെ കണ്ടിട്ടില്ല. പക്ഷേ ഈ എക്സ്പോന് വന്നതോടുകൂടി ആ സങ്കടത്തിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമായി. പിന്നെ നമ്മൾ ആ ഇഗ്ലൂവിൻ്റെ ഉള്ളിലേക്കൂടി ഇങ്ങനെ കുറേ ദൂരം നടന്നു. കാഴ്ചകൾ സൂപ്പറായിരുന്നു. അപ്പുറം ഇപ്പുറം ഉള്ളത് കുട്ടികൾ മാക്സിമം എൻജോയ് ചെയ്തു. പിന്നെ കുറച്ച് തണുപ്പ് കൂടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചെറിയൊരു ഇത് എടുക്കാൻ പറയലെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അതങ്ങനെ അങ്ങ് ശരിയായി. നമ്മൾ മൈൻഡ് ചെയ്യാണ്ട് നേരം പിന്നെ ശരിയായി. ഐസേജിലെ ക്യാരക്ടേഴ്സ് ഒരുപാടുണ്ടായിരുന്നു. അതിഥിക്കുട്ടിക്ക് പിന്നെ കുറച്ച് പേടി കൂടുതലായതുകൊണ്ട് പിന്നെ അതിനെ കണ്ടതിനും ഫോട്ടോ എടുക്കാറില്ല. അനിയത്തിൻ്റെ മുകളിൽ ശ്രീകുട്ടി സൂപ്പറായിട്ട് ഫോട്ടോസ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുന്നിൽ. എന്തായാലും കിട്ടു സംഭവമാണ് കേട്ടോ, ആരും മിസ് ചെയ്യാൻ പാടില്ല. കുട്ടികൾക്കെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു എക്സ്പോ തന്നെയാണ്. ശ്രീയെല്ലാം ഫോട്ടോ എടുത്തു. നല്ല തിരക്കുള്ള വേഗം നമ്മൾ മുന്നിലേക്ക് പോയിട്ടുണ്ട്. കാരണം മുമ്പിലേക്കുള്ള കാഴ്ചകൾ എങ്ങനെയായാലും സൂപ്പറായിരിക്കും, നമുക്ക് കാണാതെ തന്നെ പറയാം. അതുപോലെ തന്നെയായിരുന്നു ഉണ്ടായത്. എൻട്രൻസിൽ നമ്മൾ കണ്ട മാമത്ത് ചെറുതാണെങ്കിൽ ഇതിലും വലിയൊരു സാധനമായിരുന്നു ഉള്ളിൽ ഉണ്ടായത്. ശരിക്കും അത്ഭുതമായി. കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ഫോട്ടോസ് എടുക്കാൻ അതിന് നോക്കി ഇതിൻ്റെ ഫോട്ടോ എടുക്കാൻ എന്തായാലും പേടിയില്ലാന്ന് നമുക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ രണ്ടുപേരും കൂടി അടിപൊളി ഫോട്ടോസെല്ലാം എടുത്തു. ഐസേജിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് കേട്ടോ അവിടെ. പക്ഷേങ്കിൽ എനിക്കങ്ങനെ ഐസേജിലെ ക്യാരക്ടേഴ്സിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ. ഇങ്ങനെ 1-2 ക്യാരക്ടേഴ്സിൻ്റെ പേര് മാത്രമേ അറിയുള്ളൂ. ഇതുപോലെ തന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് അവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സൂപ്പർ ആയിരുന്നു എങ്ങനെയായാലും. ഈ മാമത്തിന് പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളിയായിരുന്നു. എല്ലാ രൂപങ്ങളും ഒന്നിനൊന്നിനും മെച്ചായിട്ട് നമുക്ക് തോന്നി. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു എക്സ്പോ ആണിത്. സൂപ്പറായിരുന്നു. ഇത്രയും വർത്തായിട്ടുള്ളൊരു എക്സ്പോ നമ്മൾ ഈ അടുത്തൊന്നും എങ്ങനെയായാലും നമ്മളെ നാട്ടിൽ നിന്ന് നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. കുട്ടികളെ കൂട്ടിയിട്ട് എങ്ങനെയായാലും വരേണ്ട സ്ഥലമാണ്. എന്തായാലും എല്ലാവരും വരേണ്ടതാണ് ഒരു പ്രാവശ്യമെങ്കിലും. നമ്മളെ മക്കൾക്ക് ടൈം പാസിന് വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ എക്സ്പോയിൽ കാണുമ്പോൾ അതൊരു രസമില്ല. അതിങ്ങനെ കുറച്ച് വെറൈറ്റി എക്സ്പോയിലാകുമ്പോൾ അവർക്ക് സ്കൂളിൽ പോയിട്ടായാലും നല്ല പറയാൻ വേണ്ടിയിട്ട് കുട്ടികളോട് ഫ്രണ്ട്സിനോട് പറയുമ്പോൾ ഒരു രസമായിരിക്കുമല്ലോ. ഐസേജിലെ ക്യാരക്ടേഴ്സിനെ കണ്ടുകൊണ്ടെല്ലാം പറയുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയിട്ട്.
ഇതിൻ്റെ ഒന്നും പേരൊന്നും അറിയില്ല, പക്ഷെ അതിന് മുമ്പിൽ വന്നിട്ട് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോയിൽ എടുത്തു നമ്മൾ. ക്ലൈമറ്റ് തണുപ്പ് ഉള്ളിലോട്ട് പോകുമ്പോൾ നമുക്ക് നല്ല നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഒരുപാട് സമയം അതൊന്നും നിൽക്കാൻ പറ്റിയില്ല, കാരണം പൊതുവെ മൊത്തത്തിലൊരു പുകയുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ട്. നല്ല വർത്തല്ലേ, നല്ല വർത്ത 101 കോടി നല്ല വർഷം. സാധാരണമാതിരി കുറേ ഫോട്ടോസ് നോക്കുന്നു. ഇതൊക്കെ പിന്നെയും വന്ന് നമ്മൾ ഐസേജിലേക്ക്. ഇതിൻ്റെ പേരും എനിക്കറിയില്ല, മോള് പറഞ്ഞു ഫോട്ടോ അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു. അതിൻ്റെ മുന്നിൽ നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ കൂടുതലും പകുതി മുക്കാലും പേരറിയാത്ത ക്യാരക്ടേഴ്സ് ആയിരുന്നു. കുട്ടികളാണ് കൂടുതലും എൻജോയ് ചെയ്യുന്നത്. അവർ റോഡ് കളി തന്നെയായിരുന്നു. അതിന് തടവി നോക്കുന്നുണ്ടായിരുന്നു. അത് പനിയാണോ അതോ സ്നോ തന്നെയാണോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു നോക്കലാണ് കേട്ടോ അവർ. ഏതായാലും സംഭവം ഇഷ്ടപ്പെട്ടു എന്ന് ഉറപ്പ് തന്നെയാണ്. കുറേ ഐസേജിലെ ക്യാരക്ടേഴ്സിൻ്റെ ഇടയിലൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ അവിടെ ഇങ്ങനെ ഇരുന്നു. ചുറ്റുമുണ്ട് ആൾക്കാരിട്ട കുറേ ക്യാരക്ടേഴ്സ് ഇങ്ങനെ ഉണ്ട്. അതിനോട് വർത്താനം പറഞ്ഞു, അതിന് മുമ്പിൽ നിന്ന് ഫോട്ടോസ് എടുത്തു. സാറല്ല ഇതിന്റെ പേര് പറഞ്ഞല്ലോ. ഇത് ഐസേജ് എന്ന് പറഞ്ഞ സിനിമയിലെ പേര് പറഞ്ഞോ. അതിന്റെ പേരറിയുന്നവരോട് കമന്റ് ചെയ്യാൻ പറയാം. അത് മുട്ടയെടുത്തിട്ട് പോന്നെ. ഇങ്ങോട്ടൊക്കെ എവിടെ ഇതിനെ കണ്ടു പേടിച്ചു, അതിനെ കണ്ടിട്ട് പേടിച്ചു. ഇതിനെ പേടിയാവൂല. ഇതിന്റെ സ്ത്രീക്ക് പേടിയില്ല അല്ലേ? സ്ത്രീക്ക് പേടിയില്ല. സ്ത്രീ അതിനെ സ്ത്രീ ഇങ്ങോട്ടൊക്കെ നിങ്ങളെ കഷ്ടം. നിങ്ങൾക്ക് അതിലെ പോകാൻ ധൈര്യമുണ്ട്? നമുക്ക് ധൈര്യമുണ്ട്. സ്ത്രീക്ക് പേടിയൊന്നും ഉണ്ടാവില്ല. എവിടെയാ പോണ്ടേ? ഇത്ര വേഗം പോകാനായാ? എന്താ ഇത്ര വേഗം പോന്നേ? നമുക്ക് ചപ്പാത്തി കഴിക്കണം. ഹോട്ടലല്ലേ? നമുക്ക് ഇതെല്ലാം കാണണ്ടേ? ഒരുപാട് എന്തെങ്കിലും കാണാൻ. എൻട്രൻസ് പോലെ തന്നെ എക്സിറ്റും സൂപ്പർ ആയിരുന്നു കേട്ടോ. വ്യൂവിൽ എന്തൊക്കെയോ സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് നമ്മൾ നേരെ എക്സിബിഷൻ സ്റ്റോറുകളിലേക്ക് വരുന്നുണ്ടത്. പക്ഷെ അതൊന്നും നമ്മളങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല. ഇത് കുറേ നല്ല അടിപൊളി ബലൂൺസ് കണ്ടുവരുന്ന എടുത്തതാണ് കേട്ടോ. പുറത്തെ വ്യൂ കിടുവായിരുന്നു കേട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റൂല. സൂപ്പറാണ്. അല്ല ഒന്നുകൂടെ പറയുന്നത്.